Hello friends, welcome to my channel. Today we are going to talk about Ode. Ode is a lyric poem that is expressed in a language that is imaginative and sincere. Ode എന്ന് പറയുന്നത് ഒരു ലിറിക്കൽ കാറ്റഗറിയിൽ വരുന്ന പോയത്തിനെയാണ് ഓഡ് എന്ന് പറയുന്നത്. ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിൻസിയർ ആയിട്ടുള്ള ലാംഗ്വേജിലൂടെ എക്സ്പ്രസ് ചെയ്യുന്ന കവിതകളെയാണ് ബേസിക്കലി നമ്മൾ ഓഡ് എന്ന് പറയുന്നത്. It is structured poem praising or glorifying an event or individual or a thing. അപ്പോൾ ഇത്തരം കവിതകൾ ഓട് പോലുള്ളത് ഒന്നുകിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ, ഒരു സാധനത്തെ, ഒരു സംഭവത്തെ ഗ്ലോറിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ പുകഴ്ത്തിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് ചൊല്ലുന്ന പാടുന്ന കവിതകളെയാണ് ഓടെന്ന് പറയുന്നത്. Ode is something that shows respect for or celebrate the worth or influence. അപ്പോൾ ഓഡ് എപ്പോഴും ഒരു റെസ്പെക്റ്റ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വസ്തുവിനോടോ ഒരു വിഷയത്തോടോ ഉള്ള പോയറ്റിൻ്റെ റെസ്പെക്റ്റ് അല്ലെങ്കിൽ പോയറ്റിൻ്റെ ഒരു സെലിബ്രേഷനാണ് ഓഡിലൂടെ എഴുത്തുകാരൻ ഷെയർ ചെയ്യുന്നത്. An ode is of Greek origin. Greek odes were originally performed with a musical അക്യുംപനിമെൻറ്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഓഡ് എന്ന് പറയുന്നത് ആൻഷ്യൻ ഗ്രീസിൽ ഒറിജിൻ ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു സമയത്ത് ഗ്രീക്ക് ഓഡ്സ് എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി ചൊല്ലുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നതായിരുന്നു ഓഡ് എന്ന് പറയുന്ന ലിറിക്കൽ ഫോം. There are 3 typical forms of odes: Pindaric, Horatian, Irregular. അങ്ങനെ 3 തരത്തിലുള്ള ഓടുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പിൻഡാരിക്, സെക്കൻഡ് വൺ ഈസ് ഹൊറേഷ്യൻ ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇറഗുലർ. പിൻഡാരിക് ഓഡ്സ് ഫോളോ ദ സ്റ്റൈൽ ഓഫ് പിൻഡാർ. പിൻഡാറുടെ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്തിട്ടുള്ള ഓഡ്സിനെയാണ് പിൻഡാരിക് ഓഡ് എന്ന് പറയുന്നത്. പിൻഡാസ് ഓഡ്സ് were sung by boys who succeeded in the Greek games and were performed with song and dance. അപ്പോൾ പിൻഡാസ് ഓഡ്സ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ആൻഷ്യൻ ഗ്രീസിലൊക്കെ ഉണ്ടായിരുന്നത് ഒരു ഒളിമ്പിക് ഗെയിമുകൾക്കോ അല്ലെങ്കിൽ സ്പോർട്സ് ഇവൻറ്റുകൾക്കോ ഒക്കെ വിജയിച്ച് വരുന്നവർ അവരുടെ ആ ഒരു വിജയം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുന്ന ഒരു മ്യൂസിക്കിൻ്റെ ഡാൻസോട് കൂടിയിട്ടൊക്കെ പാടുന്ന പാട്ടുകളെയാണ് പിൻഡാരിക് ഓഡ് അല്ലെങ്കിൽ ഗ്രീക്ക് ഓഡ്സുകൾ ഉണ്ടായിരുന്നത്. ആ ഒരു ഫോമിൽ എഴുതിയിട്ടുള്ള ഒരു ഓഡിന്, പിൻഡാസ് ഓഡിന് എക്സാമ്പിളാണ് ഓഡ് ഓൺ ഇൻറ്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി ഫ്രം റീകളക്ഷൻ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് ബൈ വില്യം വേർഡ്സ്വർത്തിൻ്റെ ഓഡ് ഓൺ ഇൻറ്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നുള്ള പോയം ഈ ഒരു പിൻഡാരിക് ഓഡിന് എക്സാമ്പിളാണ്. Horatian odes follow the style of Horace. The odes of Horace imitated the Greek lyricists such as Eschylus and Anacreon. അപ്പോൾ ഈ ഹൊറേസിൻ്റെ ഒരു സ്റ്റൈല് ഫോളോ ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഓഡ്സിനെയാണ് ഹൊറേഷ്യൻ ഓഡ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി ഹൊറേസിൻ്റെ ഓഡുകൾ എപ്പോഴും ഗ്രീക്ക് ലിറിസിസ്റ്റ് ആയിട്ടുള്ള എക്ലേസിൻ്റെയും അതേപോലെ അനാക്രോണിൻ്റെയൊക്കെ പിന്നെ ഒരു റൈറ്റിംഗ് സ്റ്റൈലിനെ ഫോളോ ചെയ്തിട്ടുള്ള ഓഡ്സാണ് ഈ ഹൊറേഷ്യൻ ഓഡ്. Horace focused on more personal or informal topics. It revived during the Renaissance. They are more often intimate reflections on friendship, love, etc. അപ്പോൾ ഹൊറേസിൻ്റെ ഓടുകൾ എപ്പോഴും കുറച്ചും കൂടി ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ഹൊറേഷ്യൻ ഓഡ്സിൽ നമുക്ക് കാണാൻ പറ്റുക. റിനൈസൻസ് കാലഘട്ടത്തിലൊക്കെയാണ് ഈ ഒരു ഹൊറേഷ്യൻ ഓടുകളൊക്കെ കൂടുതലായിട്ടും അതിൻ്റെ ഒരു റിവൈവൽ പീരിയഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ പ്രത്യേകിച്ചും ഹൊറേഷ്യൻ ഓഡ്സ് എന്ന് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഇൻറ്റിമേറ്റ് റിഫ്ലക്ഷനാണ് ഹൊറേഷ്യൻ ഓഡ്സിലുള്ള സബ്ജക്റ്റായിട്ട് വരുന്നത്. John Keats wrote odes that feature beautiful imagery and a deep exploration of poets' emotions. അപ്പോൾ ജോൺ കീറ്റ്സിൻ്റെ ഓടുകൾ എപ്പോഴും ഇമേജറി കൊണ്ടും അതേപോലെ തന്നെ ഒരു പോയറ്റ്സിൻ്റെ ഇമോഷൻസിലൂടെ ഒരു ഡീപ്പ് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കവിതകളാണ് ജോൺ കീറ്റ്സിൻ്റെ ഓടുകളായിട്ട് വരുന്നത്. ജോൺ കീറ്റ്സിൻ്റെ ഓഡ്സിൽ ഒരുപാട് ഓഡ്സ് ജോൺ കീറ്റ്സ് എഴുതിയിട്ടുണ്ട്. ഓഡ് ഓൺ ഗ്രേഷ്യൻ ഏൺ, ഓഡ് ടു ഓട്ടം, ഓഡ് ടു നൈറ്റിംഗേൾ എന്നൊക്കെ പറയുന്ന പോയംസ് ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ജോൺ കീറ്റ്സിൻ്റെ കവിതകൾ ഒരു ഹൊറേഷ്യൻ
ഓടിൻ്റെ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്തതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. In the 17th century, the most important original odes in English were by Abraham Coley. These odes were iambic with irregular line length pattern and rhyme schemes. 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഓഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എബ്രഹാം കൗലിയാണ്. അപ്പോൾ കൗലിയൻ ഓഡ്സ് എന്നൊക്കെ പേരുകളിലുണ്ടത്. അപ്പോൾ ഇത്തരം ഓഡ്സിൻ്റെ എബ്രഹാം കൗലിയുടെ ഓഡ്സിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറഗുലർ അയാമ്പിക്കിലാണ് എഴുതിയിട്ടുള്ളത്. ഇറഗുലർ ലൈൻ പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഒരു റൈം സ്കീം ഫോളോ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഇറഗുലർ ഓഡ്സ് യൂസ് റൈംസ് ഫോളോ ചെയ്തിട്ടുണ്ട്. Irregular ode is also known as the Colean ode. English poet Abraham Coley, the irregular ode relaxes the structure of ode poem even further. American poet Alan Tate's Ode to Confederate Dead, written in 1928, is an example of an irregular ode. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇറഗുലർ ഓഡ് എന്ന് പറയുന്നത് എബ്രഹാം കൗലിയുടെ പോംസിനെയാണ് പറയുന്നത്. എബ്രഹാം കൗലി പിന്നെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഇറഗുലർ ഓഡിൽ അദ്ദേഹം ഫോളോ ചെയ്തിട്ടുള്ളത് ഒരു ഇറഗുലർ സ്ട്രക്ചറാണ്. അതേപോലെ തന്നെ റൈം ഫോളോ ചെയ്തിട്ടുണ്ട്. അയാമ്പിക്കിലാണ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു ഇറഗുലർ ഓഡ് എബ്രഹാം കൗലിയുടെ ഇറഗുലർ ഓഡ് ഫോളോ ചെയ്തിട്ടുള്ളതാണ് അലൻ ടേറ്റ്, അമേരിക്കൻ പോയിറ്റായിട്ടുള്ള അലൻ ടേറ്റിൻ്റെ ഓഡ് ടു ദ കോൺഫെഡറേറ്റ് ഡെഡ് എന്ന് പറയുന്ന 1928 എഴുതിയ കവിത ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് an irregular ode. English odes written in the Pindaric style. Thomas Gray, The Progress of Poesy, a Pindaric ode. അപ്പോൾ ഇംഗ്ലീഷ് ഓഡ്സ് എപ്പോഴും പിൻഡാറുടെ ഓഡ്സ് റൈറ്റിംഗ് സ്റ്റൈലാണ് ഫോളോ ചെയ്തത്. അതായത് പിൻഡാരിക് സ്റ്റൈലിലാണ് ഇംഗ്ലീഷ് ഓഡുകൾ കൂടുതലും എഴുതിയിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിളാണ് തോമസ് ഗ്രേയുടെ ദ പ്രോഗ്രസ് ഓഫ് പോയസി. അതേപോലെ തന്നെ വില്യം വേർഡ്സിൻ്റെ ഓഡ് ഇൻറ്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി. അതേപോലെ സാമുവൽ കോളറിഡ്ജിൻ്റെ ഡിജക്ഷൻ ആൻഡ് ഓഡ്, ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ, ഓഡ് ടു നൈറ്റിംഗേൽ ആൻഡ് ഓഡ് ടു ഓട്ടം. ഇതെല്ലാം പിൻഡാരിക് ഓഡ്സിനെ ഫോളോ ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഇംഗ്ലീഷ് ഓഡ്സാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ്, ലവ്, അതേപോലെ തന്നെ കുറച്ചും കൂടി ഒരു പേഴ്സണൽ ഇമോഷൻസ് ഒക്കെ ആയിരിക്കും പിൻഡാരിക് ഓഡ്സിൽ കാണാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓഡ് എന്ന് പറയുന്നത് ഒരു ലിറിക്കൽ കാറ്റഗറിയിൽ വരുന്ന പോംസിനെയാണ്. ഓഡ്സ് എന്ന് പറയുന്നത് ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഒരു വസ്തുവിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് ഗ്ലോറിഫൈ ചെയ്തിട്ട് പോയിട്ട് പാടുന്ന കവിതകളെയാണ് ഓഡ്സ് എന്ന് പറയുന്നത്. ജോൺ കീറ്റ്സിൻ്റെ ഓഡ്സൊക്കെ വളരെ വളരെ ഫേമസ് ആണ്. ഓഡ് ടു നൈറ്റിംഗേൽ ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഓഡ് ടു നൈറ്റിംഗേലിൻ്റെ ആ ഒരു ബ്യൂട്ടി, അതിൻ്റെ പാട്ടിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് പാടുന്ന ഒരു പോമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.